Hello everyone, welcome back to my channel. ഇന്ന് ഞാനും മിക്കായും രണ്ട് മക്കളും കൂടെ ആയിട്ടൊന്ന് പുറത്തിറങ്ങിയതാണ്. കറങ്ങാൻ ഇറങ്ങിയതൊന്നുമല്ല, നമുക്ക് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതിനുവേണ്ടി ഇറങ്ങിയാണ്. ആദ്യം തന്നെ ഇക്ക മിക്സി നമുക്കൊന്ന് ശരിയാക്കണമായിരുന്നു. അങ്ങനെ അതും കൊണ്ട് ഇക്ക പോയിട്ടുണ്ട്. ഞാനും ഹൈറമോളും കണ്ടില്ലേ ഹാനിയും കൂടെ കാറിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നല്ല വെയിലുണ്ട് പുറത്തിറങ്ങിയപ്പം. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നുള്ളത്, രാത്രിയും ഭയങ്കര തണുപ്പൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ നല്ല വെയിലുണ്ട്. ഞാനും വിയർക്കുന്നുണ്ട്. കാർ ഓണാക്കിയിട്ടിട്ട് പോകാമെന്നാണ് ഇക്ക പറഞ്ഞത്. പക്ഷേ AC ഇടാമല്ലോ. പക്ഷെ ഹാനി ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് പേടി, അവൾ എന്തെങ്കിലും പിടിച്ച് വലിച്ചാൽ ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ ഇക്ക ഓഫ് ചെയ്തിട്ട് പോയി. പക്ഷെ നല്ല വെയിലുണ്ട് പുറത്ത്. നിങ്ങൾക്ക് എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല വിയർക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ ഡാർക്ക് സർക്കിൾസ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ രാത്രി ഉറങ്ങാമെന്ന് വെച്ചാൽ ഹാനിയെ കുഴപ്പമില്ലാതെ ഉറങ്ങും, എന്നാലും ഇടയ്ക്കൊക്കെ ഭയങ്കര കരച്ചിലായിരിക്കും. ഹായറെ അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ എണീറ്റ് ഫീഡ് ചെയ്യണോണ്ട് തന്നെ നമുക്ക് ഉറക്കം കറക്റ്റായി കിട്ടൂല. നമുക്ക് ഇടയ്ക്ക് എണീറ്റ് നോക്കണമല്ലോ. അതുകൊണ്ടാണ് എൻ്റെ ഡാർക്ക് സർക്കിളൊക്കെ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അല്ലെങ്കിൽ നോർമലി എനിക്ക് ഹെറിഡിറ്ററി ആയിട്ട് ഉള്ളതാണ്. ഇപ്പോൾ ഇത് കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട്. ഹായ് പറയും മക്കള്. ഇക്കാരെ സ്പെക്സ് എടുത്ത് വെച്ചാണ് കളിക്കുന്നത്. ഇക്ക വരണമെങ്കിൽ അവൾക്ക് നല്ല വഴക്ക് കിട്ടും. ഞാൻ മുമ്പ് ഇതുപോലെ കാറിലൊക്കെ എവിടെ പോകാൻ കയറിയാലും ഇതുപോലെ ഞാൻ കാറിൽ നോക്കി എങ്ങനെയുണ്ട് ഫേസ് എന്നൊക്കെ. അപ്പോഴാണ് ഈ കുറച്ചും കൂടെ അറിയാൻ പറ്റണത്. നല്ല എവിടെയെങ്കിലുമൊക്കെ ഞാൻ ഇടുന്ന എന്തെങ്കിലുമൊക്കെ കൂടിപ്പോയോ എന്ന് ഞാൻ ഇതിലാണ് അറിയുന്നത്. ഇപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്നും എനിക്ക് ഇടാൻ പറ്റാറില്ല. ഹാനി ആരോടുകൊണ്ട് തന്നെ പെട്ടെന്ന് അവരെ റെഡിയാക്കി ഒന്ന് ഇറങ്ങണം എന്ന് മാത്രമേ ഉള്ളൂ ചിന്ത. ഹാനിക്കിപ്പോൾ ഫുഡ് കഴിക്കാൻ ഭയങ്കര പാടാണ്, ഒന്നും കഴിക്കുന്നില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ അവളെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം ഇന്ന്. അപ്പോൾ എല്ലാം കൂടെ ഇന്ന് ഒരു ദിവസം നടത്താമെന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങിയതാണ്. വെയിലടിക്കുന്നത് കൊണ്ടാണ് ഹൈറമോൾ കണ്ണ് പോലും തുറക്കാൻ പറ്റാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇപ്പം അവൾക്ക് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങാനുള്ള ഇഷ്ടമൊക്കെ കൂടി വരുന്നുണ്ട്. ഹാനിമോളെ ഒരു ഹായ് പറയ്. നോയാ ഇപ്പോൾ ഒരു എന്നുള്ളൊരു ഇത് പഠിപ്പിച്ചു കൊടുത്താൽ പിന്നെ എന്ത് പറഞ്ഞാലും നോന്. പക്ഷെ അത് സന്ദർഭത്തിനനുസരിച്ച് തന്നെ അവൾ ഉപയോഗിക്കാറുണ്ട്. എപ്പോഴും ഉപയോഗിക്കാറുള്ളത് ഫുഡ് കഴിക്കുമ്പോഴാണ് നോ എന്ന് പറയും. ഒരു ഹായ് പറയ്. നമ്മളെവിടെ പോണു? ലുലു എന്ന് മാത്രം പറയാൻ അറിയാമേ. അതുകൊണ്ടാണ് എവിടെ പോകണമെന്ന് വെച്ചാൽ അവൾ ലുലു എന്നേ പറയുള്ളൂ. ബോ ഇനി നമ്മൾ പോകുന്നത് നേമൽ സോണൽ ഓഫീസിലാണ്. ഹാനിയുടെ ബോ വയ്ക്കുന്ന സ്റ്റൈല് നിങ്ങൾ കണ്ടോ? അതിൻ്റെ ഇടയിൽ കൂടെ അവൾ കുപ്പിയിൽ പാലും കൂടെ കുടിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ബോട്ടിലിൽ പാല് കൊടുക്കാറില്ല. പക്ഷേ ഇന്ന് നേരത്തെ ഇറങ്ങിയത് കൊണ്ടാണ് ബോട്ടിലിൽ പാലെങ്കിലും അടച്ച് കുടിക്കട്ടെന്നാണ് ഞാൻ എടുത്തത്. പക്ഷേ ഇടയ്ക്ക് മാത്രമേ അവൾ കുടിക്കുന്നുള്ളൂ. അങ്ങനെ സോണൽ ഓഫീസ് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇക്ക നമ്മളിവിടെ വെയിറ്റ് ചെയ്യാനിരുത്തിയിട്ട് പോയിട്ടുണ്ട് കോർപ്പറേഷൻ ഓഫീസിൽ. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇങ്ങനെയൊന്നും ഇവിടെ ഉണ്ടെന്നും എനിക്ക് അറിഞ്ഞുകൂടിയിരുന്നു. എനിക്ക് ഈ ട്രിവാൻഡ്രം കോർപ്പറേഷൻ അത് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷേ ഇപ്പോഴാണ് ഞാൻ ഇതൊക്കെ അറിയുന്നത്. ഇവിടെ നിയമ സോണൽ ഓഫീസ്, പിന്നെ അതുപോലെ തന്നെ പല സ്ഥലത്തും ഇതുപോലെ സോണൽ ഓഫീസ് ഉണ്ടെന്നേ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇവിടെ പാൽ കുടിപ്പിക്കാനാണ് ഞാൻ ആദ്യമൊക്കെ കുടിക്കുമായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടെ അതും വേണ്ട. ഇന്ന് രാവിലെ ഒന്നും കഴിക്കാതെയാണ് ഇറങ്ങിയിരിക്കുന്നത്. എവിടെയെങ്കിലും ടൂർ പോകും അവൾ ഓക്കെയാണ്. ഫുഡ് ഒന്നും വേണ്ട. വിശപ്പെന്ന് പറയണതേ അവൾക്ക് അറിഞ്ഞൂടാ. ഇല്ല, കുടിച്ചേ പറ്റൂടാ. അല്ലെങ്കിൽ അവർ വഴക്ക് പറയും. അങ്ങനെ അവിടുത്തെ കാര്യമൊക്കെ കഴിഞ്ഞിട്ട് ഇക്ക ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ടൈൽസ് നോക്കാനാണ്. നമ്മുടെ ഷോപ്പിലത്തേക്ക് വേണ്ടി ടൈൽസൊക്കെ ഒന്ന് സെലക്ട് ചെയ്യണം. അങ്ങനെ അതിനാണ് പോകുന്നത്. അപ്പോൾ നെടുമങ്ങാട് തന്നെയുള്ള ASN ഗാലറിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് ഇക്ക പറഞ്ഞ് ആദ്യം നമുക്ക് ഫുഡ് കഴിക്കാൻ കയറാമെന്ന്. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ സ്ഥിരം വരാറുള്ള ആസാദിലാണ് വന്നിട്ടുള്ളത്. 9040 by ആസാദ് എന്നാണ് കടയുടെ കറക്റ്റ് പേര്. രാത്രിയായാലും രാവിലെ ആയാലും ഇവിടുത്തെ ലൈറ്റ് ആംബിയൻസ് എന്ന് പറയുന്നത് ഒരുപോലെ ഇരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കയറുമ്പോൾ ഭയങ്കര ഒരു എനർജറ്റിക്ക് തോന്നി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ സ്ഥിരം ഓർഡർ ചെയ്യുന്നത് ലോഡർ ഫ്രൈസ് ആണ്. ഇവിടുത്തെ ലോഡർ ഫ്രൈസിന് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇക്കാര കൊക്കക്കോളയും കൂടെ ഉണ്ട്. ഞാൻ കുടിക്കാറില്ലാത്ത ഞാനായിരുന്നു. പിന്നെ ഇക്കാര കൂടെ കൂടിയാണ് ഇപ്പോൾ ഞാൻ പെപ്സിയും കൊക്കക്കോളയൊക്കെ കുടി തുടങ്ങി. ഇനി അതൊക്കെ ഞാൻ നിർത്തണം. അപ്പോഴത്തേക്ക് ഹാനിക്ക് അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹാനി ഇവിടെ വരാറുള്ളതുകൊണ്ട് അവിടെ ഉള്ളവർക്ക്
നമുക്കൊക്കെ നന്നായിട്ട് അവളെ അറിയാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. 2 പേരെയും കൊണ്ട് നമുക്ക് എന്തായാലും ടൈൽസ് നോക്കാൻ പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നേരെ എൻ്റെ വീട്ടിൽ പോയി 2 പേരെ അവിടെ ആക്കിയതിന് ശേഷം ഞാനും ഇക്കായും കൂടെയാണ് ടൈൽസ് നോക്കാനായിട്ട് പോകുന്നത്. എന്നാലേ നമുക്ക് സമാധാനമായിട്ട് നോക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഹയർ ഒരു 2 മണിക്കൂറിനകത്ത് ഉറങ്ങും. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ അവിടെ എത്തിയാൽ മതി. ഇവിടെ അടുത്ത് തന്നെയാണ്. അങ്ങനെ നമ്മൾ ഏഷ്യൻ ഗാലറിയിൽ വന്ന് ഇവിടെ വന്നപ്പോൾ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. ഏതെടുക്കട്ടോ എന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഇക്ക എന്നോട് ഒരുപാട് ചോദിക്കുന്നു, പക്ഷേ എനിക്കിതിനെ പറ്റിയൊന്നും അറിഞ്ഞോളത്തിൻ്റെ എനിക്ക് കണ്ട എല്ലാം എനിക്ക് ഇഷ്ടപ്പെടും. കാരണം നല്ല ഗ്ലേസിങ്ങും കാര്യങ്ങളും അവർ സെറ്റ് ചെയ്തിരിക്കുന്നു എന്നൊരു പ്രത്യേക ഭംഗിയായിരുന്നേ. നമ്മൾ വീട്ടിലൊക്കെ എങ്ങനെയാണോ ഓരോ സെക്ഷൻ സെറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ അവർ ഓരോ സെക്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കിച്ചണിൽ സെപ്പറേറ്റ്, നമ്മൾ വരുന്ന ഹാളിൽ എങ്ങനെ സെറ്റ് ചെയ്യണം, അങ്ങനെ പല രീതിയിൽ നമുക്ക് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായത്. നമുക്ക് ഇങ്ങനെ തന്നെ ഹാളിൽ സെറ്റ് ചെയ്താൽ എന്നൊക്കെ നമ്മൾ മൈൻഡിൽ തോന്നുന്ന രീതിയിൽ ബാത്റൂമും വാഷ് സ്പേസ് എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനെ ഒരു ടൈൽസ് കടയിൽ ഇങ്ങനെയൊന്നും ടൈൽസ് നോക്കാനൊന്നും ഞാൻ പോയിട്ടില്ല. പക്ഷേ ഇവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. അവർ നന്നായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണെന്ന്. ഞാൻ എല്ലാം നോക്കുന്നുണ്ടായിരുന്നു. കാരണം ഇത് ഞാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാനാണ് നോക്കിയത്. പിന്നെ അതിൻ്റെ ഓരോ വിത്തും കാര്യങ്ങളും ക്വാളിറ്റിയൊക്കെ പറയുന്നത് ഇക്കാക്കേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ഇങ്ങനെ വീഡിയോ എടുത്ത് കാണുന്ന സെക്ഷൻ്റെ എല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതൊരു കിച്ചൻ്റെ സെറ്റപ്പാണ് അവർ ചെയ്തിരിക്കുന്നത്. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഇതൊരു ഹാൾ സെറ്റപ്പ്, ബാത്റൂം സെറ്റ് ചെയ്യണത് എല്ലാം ഇങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇതാണ്. ഇതൊരു കിച്ചണാണ് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. എല്ലാം നമ്മൾ ഈ ബോർഡും എല്ലാം വന്നിരിക്കുന്നത് ടൈൽസിലാണ്. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതൊരു ബെഡ്റൂമാണ്. ഒരു ബെഡ് തന്നെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല രസമുണ്ട്. ഇത് ബാത്റൂമോ ഇത് വാഷ് ബേസിൻ ഏരിയയോ എന്തോ ആണ്. അതും ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഗ്ലാസ് ഷേപ്പ് തന്നെ അവർ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ മെയിനായിട്ട് കൊള്ളാമെന്ന് പറഞ്ഞത് കജേരിയും സൊമാനിയും ആണ്. അങ്ങനെ അവിടെ നിന്നെല്ലാം നോക്കിയതിനു ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നിട്ട് ഹയറയ്ക്ക് ഫീഡൊക്കെ ചെയ്ത് വീണ്ടും ഞാനും ഇക്കായും കൂടെ പിന്നെ ഇറങ്ങിയത് സ്കൂട്ടറിലാണ്. കുറേ നാളെ ശേഷം ഞാനും ഇക്കായും മാത്രമായിട്ട് സ്കൂട്ടറിൽ പോകുന്നത്. 2 പേര് അവിടെ ആക്കിയിട്ട് നമ്മളിവിടെ സ്കൂട്ടറിൽ കുറേ നാളായി പോയിട്ട്. അപ്പോൾ ഈ ഒരു വീടുള്ളതുകൊണ്ട് തന്നെ റോഡ് അത്രയും പൊളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു അക്ഷയയിലാണ് നമ്മൾ ആദ്യം വന്നത്. അക്ഷയയിലേക്കൊക്കെ പോകണമായിരുന്നു. ഞാൻ സ്ഥിരം വരാറുള്ള അക്ഷയ തന്നെയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അങ്ങനെ ഇവിടെ വന്ന് നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടൈൽസ് നോക്കാനായിട്ട് വേറെ കടയിലാണ് പോകുന്നത്. അത് നെടുമങ്ങാട് തന്നെയുള്ള പുലരി എന്ന് പറഞ്ഞൊരു കടയാണ്. അവിടെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഞാൻ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അകത്ത് ഒരുപാട് നടക്കുന്ന കാണാനുണ്ട്. അപ്പോൾ നമ്മൾ കുറേ നേരം അവർ പറയുന്നത് കേട്ട് നിൽക്കുമ്പോൾ ക്ഷീണിക്കും. അങ്ങനെ ഞാൻ പോയി തളർന്ന ഒരു സ്ഥലത്ത് ഇരിപ്പായി. അങ്ങനെ അവിടെ നിന്ന് എനിക്ക് വാട്ടറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, ജ്യൂസൊക്കെ. അങ്ങനെ അതൊക്കെ കുടിച്ച് ഞാൻ ഒരു സ്ഥലത്ത് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇക്ക എല്ലാ സ്ഥലവും നോക്കുന്നുണ്ട്. ഏസിനെ കണ്ടതുപോലെ ഒരു ഫീലിംഗ് എനിക്കിവിടെ കിട്ടിയില്ല. തിരിച്ചു വന്നപ്പോൾ ഇതാ കണ്ടില്ലേ, ഹാള് നിറച്ച് ടോയ്സൊക്കെ വാരിയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ അനിയത്തി ഉമ്മയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർ ടോയ്സ് വാരി വെച്ചോളും. അപ്പോൾ ഇക്കാരെ വീട്ടിലാണെങ്കിൽ അത് എനിക്കാണ് ഇരട്ടി പണി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഹാളിലൊന്നും ടോയ്സ് ഉണ്ടാക്കാനേ മതിക്കാറില്ല. പിന്നെ അതിൽ നിന്ന് ചറുക്കി വീഴ എന്തെങ്കിലുമൊക്കെ ചെയ്യൂലേ. അങ്ങനെ തിരിച്ച് നമ്മളിതാ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഹാനിയെ റെഡിയാക്കിയിട്ടുണ്ട്. ഞാനും ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ സി യു ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ നല്ലൊരു കൂടെ പോകുന്നുണ്ട്. ഹയറമ്മോൾക്കാണെങ്കിൽ ഇപ്പോൾ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എവിടെ പോയാലും ഞാൻ റെഡിയാകുമ്പോൾ അവളിപ്പോൾ കരയും. അങ്ങനെ ഹാനിയെ റെഡിയാക്കി ഹയറെ റെഡിയാക്കിയിട്ട് നമ്മളിതാ തിരിച്ച് പോകുന്നുണ്ട്. ഇനി ഹോസ്പിറ്റലിലാണ് പോവേണ്ടത്. ഹാനി ഇപ്പോൾ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് തന്നെ അവൾക്കൊന്ന് വിരേറെ മരുന്ന് വാങ്ങിക്കണം. അതിനാണ് ഡോക്ടറിനെ കാണാനായിട്ട് കാർത്തിക് ഡോക്ടറിനെയാണ് ഞാൻ കാണിക്കാൻ വന്നത്. റൂമിലാണേ വന്നത്. അങ്ങനെ ഇവിടെ വന്ന് കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് ഡോക്ടർ വന്നത് തന്നെ. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചിട്ട് നമ്മൾ വീട്ടിൽ വന്നേ. ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ബിര ഇളക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഫുഡൊക്കെ ഈ പ്രായത്തിൽ ഇങ്ങനെ തന്നെ, വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ അങ്ങനെ ബിരയുടെ ഗുളിക തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂവേ. ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടുതൽ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുവേ.